രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പെട്രിയ ചെടികളെയാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം പെട്രിയ ഓളിയോബിലിസ് എന്നാണ്. ക്യൂൻസ്വർത്ത്, സാൻഡ് പേപ്പർ വൈൻ എന്നിങ്ങനെ പല പേരുകളിലും ഈ ചെടിയെ അറിയപ്പെടുന്നുണ്ട്. ഇത് ബെർബേനീസി കുടുംബത്തിൽപ്പെട്ട ഈ ചെടികൾ ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് വളരെ നന്നായി ചേരുന്ന അനുയോജ്യമായിട്ടുള്ളൊരു ചെടിയാണ്. മിതശീതോഷ്ണ കാലാവസ്ഥയിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഇടങ്ങളിൽ വയ്ക്കുകയാണെങ്കിൽ നിറയെ പൂക്കളുണ്ടാകും. തണലിൽ ഇവ നന്നായി വളരും, പക്ഷെ പൂക്കൾ അങ്ങനെ കാര്യമായിട്ടുണ്ടാവില്ല. നല്ല നീർവാർച്ചയുള്ളതും ഫലഭൂയിഷ്ഠതുമായ മണ്ണിൽ നല്ലപോലെ സൂര്യപ്രകാശവും കൂടി ലഭിക്കുകയാണെങ്കിൽ ഈ ചെടികൾ സ്വയം മറന്ന് പൂക്കളുണ്ടാകും. ഈ വീഡിയോയിൽ തന്നെ കാണുന്നില്ലേ, എത്ര ഭംഗിയായിട്ട് അക്ഷരാർത്ഥത്തിൽ തന്നെ ഇല കാണാതെ ഇതിൽ ഇല തന്നെ ഇല്ല എന്ന് പറയാം, അത്രയ്ക്കും പൂക്കളുണ്ടായിട്ടുണ്ട്. ഈ ചെടികളുടെ ഇലകൾ മുറിവിനും പൊള്ളലിനും ഒക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് അത്രേ. അത് ശരിക്കും എനിക്കറിയില്ല കേട്ടോ അതിനെപ്പറ്റി. മാർച്ച് മുതൽ ജൂൺ മാസം വരെയാണ് ഇവയുടെ പ്രധാന പൂക്കാലം. എന്നാൽ വസന്തകാലത്തും ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട്. അതായത് വർഷത്തിൽ ഒന്നിലധികം തവണ പൂക്കുന്ന ചെടിയാണ് ഈ സാൻഡ് പേപ്പർ വൈൻ അല്ലെങ്കിൽ പെട്രിയ എന്ന് പറയുന്ന ചെടി. വെള്ള, നീല, പിങ്ക് എന്നീ കളറുകളിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏകദേശം 5-6 മണിക്കൂറെങ്കിലും വെയിൽ തട്ടുന്ന സ്ഥലമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈ ചെടികൾക്ക് കൂടുതൽ നല്ലതാട്ടോ. അതുപോലെ മണ്ണ്, മണൽ, ചാണകപ്പൊടി, പെർലറ്റ്, കമ്പോസ്റ്റ് എന്നിവയാണ് പോട്ടി മിക്സായിട്ട് നമ്മൾ സാധാരണ നല്ല നീർവാർച്ചയുള്ള പോട്ടി മിക്സ് ആവശ്യമായിട്ടുള്ള മിക്ക ചെടികൾക്ക് ഉപയോഗിക്കുന്ന അതേ പോട്ടി മിക്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും ഞാനിങ്ങനെ പറയാറുണ്ട് ഇതിൻ്റെ പോട്ടി മിക്സിനെ പറ്റിയിട്ടേ. അപ്പോൾ പെർലറ്റ് എന്താണ് എന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞുതരാം. നമുക്ക് വെളുത്ത കളറിൽ ഉരുണ്ടിരിക്കുന്ന ചെറിയ തരികളാണ് പെർലറ്റ്. നമുക്ക് വളക്കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. നല്ല വായു സഞ്ചാരം ഉണ്ടാവും. അതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒരു പരിധി വരെ ഒഴിവാവാനും പെർലറ്റ് ഇടുമ്പോൾ വളരെ നല്ലതാണ്. ഈ പെർലറ്റ് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് കോൺടാക്ട് ചെയ്താൽ മതി. ചെടികൾ അയച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ പെർലറ്റോ കമ്പോസ്റ്റോ അതുപോലെ തന്നെ നമുക്ക് പോട്ടി മിക്സ്, ചകിരിച്ചോറ് എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പെർലറ്റ് മണ്ണിൽ നമ്മൾ ചെടീൻ്റെ ചുവട്ടിലേക്ക് നേരിട്ട് ഒരിക്കലും ചേർക്കരുത്. ഇത് മണ്ണിലോ കമ്പോസ്റ്റിലോ നന്നായി മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. ഗാർഡൻ സോയിൽ, ചാണകപ്പൊടിയും അങ്ങനെ ഉള്ള എല്ലാ സാധനങ്ങളും കൂടെ എല്ലാം കൂടി ഒരു 80% ആണെങ്കിൽ പെർലറ്റ് ഒരു 20% ചേർക്കാം. സാധാരണ രീതിയിലുള്ള നനവാണ് കേട്ടോ ഈ ചെടികൾക്ക് ആവശ്യമുള്ളൂ. സാൻഡ് പേപ്പർ വൈനിന് സാധാരണ എല്ലാ ചെടികളെയും പോലെ ഒരുപാട് വെള്ളം വേണ്ട, തീരെ കുറച്ചും ആവണ്ട. ഒരിക്കലും ചെടിച്ചോട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, ഇതുപോലെ ഈ ചെടികളെ നമുക്ക് ബുഷിയായിട്ട് വളർത്താം കേട്ടോ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം 10-15 ഇഞ്ച് വലിപ്പമുള്ള നല്ല ഡ്രൈനേജ് ഉള്ള ഒരു പോട്ട് തിരഞ്ഞെടുക്കാം. അടിയിൽ പോട്ടിൻ്റെ അടിയിൽ നമ്മൾ ചരലും കരിയിലയും കൂടി ഒരു 1/4 ഭാഗം നിറച്ചതിന് ശേഷം പോട്ടിൻ്റെ 1/4 ഭാഗത്തോളം പോട്ടി മിക്സ് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് കുത്തി നിറച്ച് ഒരു 1/4 ഭാഗത്തോളം നിറയ്ക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ നടുഭാഗത്ത് ചെറിയൊരു കുഴി എടുത്തിട്ട് കയ്യിലുള്ള ചെടി അതിൻ്റെ നടുക്ക് നട്ട് കൊടുക്കാം. നട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെടി ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ചെറിയ കമ്പുകൾ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കുത്തിയിട്ട് നമുക്കത് ആ ചെടിയായിട്ടൊന്ന് ബന്ധിപ്പിച്ച് നിർത്താം കേട്ടോ. എന്നിട്ട് ഈ ചെടികൾ പച്ച പിടിക്കുന്നത് വരെ നമ്മൾ തണലത്ത് തന്നെ സൂക്ഷിക്കണം. മിതമായി നനച്ചാൽ മതി. വളരാൻ തുടങ്ങുമ്പോൾ എവിടെയാണോ നമ്മൾ നടാൻ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങോട്ട് മാറ്റാം. എന്നിട്ട് മഴക്കാലം ആകുമ്പോഴേക്കും നന്നായി വള്ളി വീശാൻ തുടങ്ങി ഈ ചെടികൾ. അപ്പോൾ അവയുടെ തലഭാഗം നുള്ളിക്കൊടുക്കണം. തലഭാഗം നുള്ളിക്കൊടുക്കുക. അങ്ങനെ പുതിയ തലപ്പ് വരുമ്പോഴൊക്കെ നമ്മൾ അതിൻ്റെ തലഭാഗം നുള്ളിക്കൊടുക്കുക. അങ്ങനെ ഒരുപാട് മൊത്തം അങ്ങ് വെട്ടരുത് കേട്ടോ. തളിർത്ത് വരില്ലേ, 2 നഖം കൊണ്ട് 2 കൈയിൻ്റെ 2 വിരലുകൊണ്ട് മെല്ലെ ഒടിച്ചെടുത്താൽ മതി. പാകത്തിന് നനവ് കൊടുക്കുക. അതുപോലെ പിന്നീട് വളമിടേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ വളർത്തുകയാണെങ്കിൽ നമുക്ക് ഈ ചെടികളെ കുറ്റിച്ചെടിയായിട്ട് തന്നെ നിർത്താൻ പറ്റും കേട്ടോ. ഒരുപാട് നീണ്ടു പോവാതെ നിർത്താൻ പറ്റും. ഇപ്പം നമുക്ക് ഈ 3 കളറിലുള്ള ചെടികൾ അത് ഞാൻ 3 വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തൈകൾ നമുക്ക് വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ 3 എണ്ണം ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ വെറും 250 രൂപയാണ് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഞാൻ എന്നത്തെ പോലെ തന്നെ ഈ വീഡിയോയിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്തോളൂ. എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാം. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ അറിയുന്ന വിധത്തിലൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഏകദേശം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ തന്നെയാണ് നമ്മൾ ഓരോരോ വീഡിയോ ആയിട്ട് ഇടുന്നത്. ഈ ചെടികളുടെ എല്ലാം പ്ലാന്റ് സൈസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അറിയണമെങ്കിൽ ഈ വാട്സപ്പിൽ എനിക്ക് എൻ്റെ കാറ്റലോഗിൻ്റെ നമ്പർ കൂടിയാണത്. അപ്പോൾ ആ കാറ്റലോഗിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാറ്റലോഗ് കിട്ടും. ഇപ്പോൾ ഞാൻ ഈ 3 പെട്രിയേൻ്റെ പ്ലാന്റ് സൈസ് ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം.